ഫ്രണ്ട്സ്, ഞാൻ സൂര്യ. വെൽക്കം ടു അവർ ചാനൽ മിലിന്ദ PSC. ഇന്ന് ഞാൻ നമ്മുടെ പ്രിലിമിനറി എക്സാമിന്റെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സയൻസിലെ ഒരു ഭാഗമായിട്ടുള്ള ഹൈഡ്രജനും ഓക്സിജനും എന്ന ടോപ്പിക്കിലെ ഹൈഡ്രജനുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ ടോപ്പിക്കിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? ഹൈഡ്രജൻ ആണ്. അപ്പം ഹൈഡ്രജനെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ ആദ്യം തന്നെ ആവർത്തന പട്ടികയിലെ ആദ്യ മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അപ്പോൾ ഹൈഡ്രജന്റെ അറ്റോമിക സംഖ്യ എത്രയാണ്? 1 ആണ്. ഹൈഡ്രജന്റെ അറ്റോമിക സംഖ്യ എത്രയാണ്? 1 ആണ്. ഈ ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ആരാണ് ഹൈഡ്രജൻ കണ്ടെത്തിയത്? ഹെൻറി കാവൻഡിഷ് ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്. അപ്പോൾ ഈ ഹൈഡ്രജന് പേര് നൽകിയത് ആരാണ്? ലാവോസിയ ആണ്. ആരാണ് ഹൈഡ്രജന് പേര് നൽകിയത്? ലാവോസിയ. അപ്പോൾ ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്, എന്നാൽ ഹൈഡ്രജന് പേര് നൽകിയത് ആരാണ്? ലാവോസിയ ആണ്. ഈ ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അപ്പോൾ ജലം ഉൽപ്പാദിപ്പിക്കുന്ന എന്നാണ്. എന്താണ് ഹൈഡ്രജൻ എന്ന വാക്കിന്റെ അർത്ഥം? ജലം ഉൽപ്പാദിപ്പിക്കുന്ന. അപ്പം ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ് ആണ്, എന്നാൽ ഹൈഡ്രജന് പേര് നൽകിയത് ലാവോസിയ ആണ്. എന്നാൽ ഈ ഹൈഡ്രജൻ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്ന എന്നാണ്. ഇനി ഹൈഡ്രജനെ പറ്റി പറയുമ്പോൾ ഹൈഡ്രജന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഏറ്റവും ലഘുവായ മൂലകം അല്ലെങ്കിൽ വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. എന്താണ് ഏറ്റവും ലഘുവായ മൂലകം അല്ലെങ്കിൽ വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഇനി പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം അല്ലെങ്കിൽ മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അതായത് പ്രപഞ്ചത്തിന്റെ മൊത്തം ദ്രവ്യത്തിന്റെ 1/4 എന്താണ്? ഹൈഡ്രജൻ ആണ്. അതായത് നമ്മുടെ സൂര്യനില് അല്ലെങ്കിൽ മറ്റു നക്ഷത്രങ്ങളിലൊക്കെ കൂടുതലായിട്ടുള്ളത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. അപ്പൊ നമ്മുടെ പ്രപഞ്ചത്തിന്റെ 1/4 ദ്രവ്യവും ഏതാണ്? ഹൈഡ്രജൻ ആണ്. അപ്പൊ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം അല്ലെങ്കിൽ മൂലകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൈഡ്രജൻ ആണ്. ഇനി ഹൈഡ്രജനെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ്? ഹൈഡ്രജന്റെ ഐസോടോപ്പുകളെ പറ്റിയിട്ട് നോക്കാം. അപ്പൊ ഹൈഡ്രജന് എത്ര ഐസോടോപ്പുകളാണുള്ളത്? 3 ഐസോടോപ്പുകളാണ് ഉള്ളത്. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തത് പ്രോട്ടിയം, രണ്ടാമത്തെ ഏതാണ്? ഡ്യൂട്ടീരിയം, മൂന്നാമത്തത് ട്രിഷിയം. അപ്പൊ ഇത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ഏതാണ്? പ്രോട്ടിയം. ഒന്നാമത്തെ ഏതാണ്? പ്രോട്ടിയം. അപ്പം ഹൈഡ്രജന്റെ ഒന്നാമത്തെ ഐസോടോപ്പാണ് പ്രോട്ടിയം. അതായത് എങ്ങനെയാണ്? 1H1. എങ്ങനെയാണ്? 1H1 ആണ്. അതായത് ഇതിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 1 ആണ്. മാസ് നമ്പർ എത്രയാണ്? 1 ആണ്. അതായത് മാസ് നമ്പറും അതുപോലെ അറ്റോമിക നമ്പറും തുല്യമായിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രോട്ടിയം ആണ്. അതായത് ഇതിന്റെ ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോൺ മാത്രമാണ് ഉള്ളത്. എത്രയാണ്? ഒരു പ്രോട്ടോൺ മാത്രമാണ് ഉള്ളത്. ഇതിനകത്ത് എന്താണ്? ന്യൂട്രോൺ ഇല്ല. അപ്പം ന്യൂക്ലിയസിന്റെ അകത്ത് ന്യൂട്രോൺ അടങ്ങിയിട്ടില്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണെന്ന് ചോദിച്ചാലും അത് ഏത് തന്നെയാണ്? പ്രോട്ടിയം ആണ്. അതായത് 1H1 ആണ്. അറ്റോമിക നമ്പറും അതുപോലെ മാസ് നമ്പറും എത്രയാണ്? 1 ആണ്. അതായത് അറ്റോമിക നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടോണിന്റെ നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. എന്നാൽ മാസ് നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോട്ടോണിന്റെയും അതുപോലെ എന്താണ് ന്യൂട്രോണിന്റെയും കൂടെ ആകെ തുകേനെയാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? അറ്റോമിക നമ്പറും അതുപോലെ മാസ് നമ്പറും തുല്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഇവിടെ ന്യൂട്രോൺ അടങ്ങിയിട്ടില്ല. അപ്പൊ എന്താണ്? ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോൺ അടങ്ങിയിട്ടില്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? പ്രോട്ടിയം ആണ്. ഇനി പ്രോട്ടിയത്തിന്റെ പ്രത്യേകത എന്താണ്? അതായത് സാധാരണയായിട്ട് കാണുന്ന ഹൈഡ്രജൻ ഏതാണ്? പ്രോട്ടിയം ആണ്. അല്ലെങ്കിൽ എന്താണ്? സുലഭമായിട്ട് കാണപ്പെടുന്ന ഹൈഡ്രജൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് ഏത് തന്നെയാണ്? പ്രോട്ടിയം ആണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത് നോക്കാം. അപ്പൊ എന്താണ്? ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോൺ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ പ്രോട്ടിയത്തിൻ്റെത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഏതാണ്? ഡ്യൂട്ടീരിയം ആണ്. അപ്പൊ രണ്ടാമത്തെ ഏതാണ്? ഡ്യൂട്ടീരിയം. ഡ്യൂട്ടീരിയം എങ്ങനെയാണ്? 1H2 ആണ്. എങ്ങനെയാണ്? 1H2. അതായത് അറ്റോമിക നമ്പർ 1 ആണ്, എന്നാൽ മാസ് നമ്പർ എത്രയാണ്? 2 ആണ്. അതായത് ഇതിന്റെ ന്യൂക്ലിയസിനകത്ത് എങ്ങനെയാണ്? ഒരു പ്രോട്ടോണും അതുപോലെ ഒരു ന്യൂട്രോണും അടങ്ങിയിട്ടുണ്ട്. എന്താണ്? ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോണും അതുപോലെ ഒരു ന്യൂട്രോണും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താണ്? ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും അടങ്ങിയിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം ആണ്. അതായത് 1H2 ആണ്. അതായത് അറ്റോമിക നമ്പർ എത്രയാണ്? 1 ആണ്. അതുപോലെ മാസ് നമ്പർ എത്രയാണ്? 2 ആണ്.
അപ്പൊ എന്താണ് ഇവിടെ എത്രയാണ് ഒരു പ്രോട്ടോണും അതുപോലെ എത്രയാണ് ഒരു ന്യൂട്രോണും ഉണ്ട്. അപ്പൊ ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും അടങ്ങിയിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? ഡ്യൂട്ടീരിയം ആണ്. ഇനി ഡ്യൂട്ടീരിയത്തിനെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ചത് ആരാണ്? ഹരോൾഡ് യുറേ ആണ്. ആരാണ് കണ്ടുപിടിച്ചത്? ഹരോൾഡ് യുറേ. ഹരോൾഡ് യുറേ ആണ് ഡ്യൂട്ടീരിയം കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഈ ഡ്യൂട്ടീരിയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഘന ഹൈഡ്രജൻ എന്നാണ് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഘന ഹൈഡ്രജൻ. ഘന ഹൈഡ്രജൻ എന്നറിയപ്പെടുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണ്? ഡ്യൂട്ടീരിയം ആണ്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഘന ഹൈഡ്രജൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇനി ഡ്യൂട്ടീരിയം ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് ലഭിക്കുന്ന പദാർത്ഥം ഏതാണ്? D2O ആണ്. ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് ഡ്യൂട്ടീരിയം ലഭിക്കുന്ന പദാർത്ഥം ഏതാണ്? ഡ്യൂട്ടീരിയം എന്താണ്? ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് ലഭിക്കുന്ന പദാർത്ഥമാണ് D2O. അതായത് എന്താണ്? ഘനജലം അല്ലെങ്കിൽ എന്ത് പറയാം? ഹെവി വാട്ടർ. ഘനജലം അല്ലെങ്കിൽ എന്താണ്? ഹെവി വാട്ടർ. D2O ആണ്. അതായത് ഡ്യൂട്ടീരിയം ഓക്സിജനുമായിട്ട് ചേർന്നിട്ട് ലഭിക്കുന്ന പദാർത്ഥമാണ് ഹെവി വാട്ടർ അല്ലെങ്കിൽ എന്താണ്? ഘനജലം. ഈ ഘനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ എന്തിനാണ് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? അതായത് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഘനജലം അല്ലെങ്കിൽ എന്താണ്? D2O ആണ്. എന്താണ്? മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന സംയുക്തമാണ് കേട്ടോ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന സംയുക്തം. മൂലകം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. അത് ഹൈഡ്രജനുമായിട്ട് ബന്ധമില്ല. പക്ഷെ എന്താണ് ചോദിക്കുന്നത്? സംയുക്തം. ന്യൂക്ലിയർ റിയാക്ടറിനകത്ത് മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്ന സംയുക്തം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഘനജലം അല്ലെങ്കിൽ എന്താണ്? D2O ആണ്. അതായത് ഡ്യൂട്ടീരിയം ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് D2O അല്ലെങ്കിൽ ഹെവി വാട്ടർ അല്ലെങ്കിൽ ഘനജലം ഉണ്ടാകുന്നത്. അപ്പൊ ഇതാണ് ഹൈഡ്രജന്റെ രണ്ടാമത്തെ ഐസോട്ടോപ്പ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഏതാണ് മൂന്നാമത്തത്? മൂന്നാമത്തത് ഏതാണ്? ട്രിഷിയമാണ്. ഹൈഡ്രജന്റെ മൂന്നാമത്തെ ഐസോട്ടോപ്പ് ഏതാണ്? ട്രിഷിയമാണ്. അതായത് എങ്ങനെയാണ്? 1H3 ആണ്. എങ്ങനെയാണ്? 1H3. അതായത് ഇതിന്റെ എന്താണ്? അറ്റോമിക നമ്പർ എത്രയാണ്? 1 ആണ്. എന്നാൽ മാസ് നമ്പർ ആണെങ്കിൽ 3 ആണ്. അതായത് ഇതിന്റെ ന്യൂക്ലിയസിനകത്ത് എത്രയാണ്? ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ടാകും. എത്രയാണ്? ഒരു പ്രോട്ടോണും അതുപോലെ 2 ന്യൂട്രോണും ഉണ്ടാകും. അപ്പൊ എന്താണ്? ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണും അടങ്ങിയിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രിഷിയമാണ്. അപ്പൊ എന്നാൽ ട്രിഷിയത്തിന്റെ ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണുകളുമാണ് ഉള്ളത്. അപ്പൊ 2 ന്യൂട്രോണുകൾ അടങ്ങിയിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? ട്രിഷിയമാണ്. ഇനി ട്രിഷിയം കണ്ടുപിടിച്ചത് ആരൊക്കെ ചേർന്നിട്ടാണ് നമുക്ക് നോക്കാം. ട്രിഷിയം കണ്ടുപിടിച്ചത് ആരൊക്കെ ചേർന്നിട്ടാണ്? ഏണസ്റ്റ് റുദർഫോർഡ്. ഒന്നാമത്തെ ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ്. ഏണസ്റ്റ് റുദർഫോർഡ്. ഇനി അടുത്തത് ആരാണ്? പോൾ ഹാർട്ടെക്. ആരാണ്? പോൾ ഹാർട്ടെക്. അതുപോലെ ML ഒലിഫന്റ്. ആരാണ്? ML ഒലിഫന്റ്. അപ്പൊ ആരൊക്കെ ചേർന്നിട്ടാണ് ട്രിഷിയം കണ്ടെത്തിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരൊക്കെയാണ്? ഏണസ്റ്റ് റുദർഫോർഡ്, പോൾ ഹാർട്ടെക്, അതുപോലെ ML ഒലിഫന്റ്. ഇവര് 3 പേരും കൂടെ ചേർന്നിട്ടാണ് ട്രിഷിയം കണ്ടുപിടിച്ചിട്ടുള്ളത്. അതായത് എങ്ങനെയാണ്? 1H3 എന്നാണ് അറിയപ്പെടുന്നത്. ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണുമാണ് അടങ്ങിയിട്ടുള്ളത്. ഇനി ട്രിഷിയത്തിനെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ട്രിഷിയത്തിന്റെ? റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ്. എന്താണ്? റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? ട്രിഷിയമാണ്. എന്താണ്? റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രിഷിയമാണ്. ഇനി അതുപോലെ ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ എന്ത് പറഞ്ഞു? ഘനജലത്തിനെ പറ്റിയിട്ട് പറഞ്ഞു. എന്നാൽ സൂപ്പർ ഘനജലം അല്ലെങ്കിൽ എന്താണ്? സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് എന്താണ്? എന്താണ്? സൂപ്പർ ഹെവി വാട്ടർ. സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് എന്താണ്? T2O ആണ്. അല്ലെങ്കിൽ എന്താണ്? ട്രിഷിയം ഓക്സൈഡ് ആണ്. ഘനജലത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? D2O ആണ്. അതായത് എന്താണ്? ഡ്യൂട്ടീരിയം ഓക്സിജനുമായിട്ട് ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത് പറഞ്ഞു. എന്നാൽ സൂപ്പർ ഹെവി വാട്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ട്രിഷിയം ഓക്സൈഡ് ആണ്. T2O ആണ്. അപ്പൊ ഇതാണ് ഹൈഡ്രജന്റെ മൂന്നാമത്തെ ഐസോട്ടോപ്പ് ആയിട്ടുള്ള ട്രിഷിയം. അതായത് 1H3. അതായത് ന്യൂക്ലിയസിനകത്ത് ഒരു പ്രോട്ടോണും 2 ന്യൂട്രോണുമാണ് അടങ്ങിയിട്ടുള്ളത്. ഇനി മറ്റൊരു പ്രത്യേകത, അതായത് നമ്മൾ ഹൈഡ്രജൻ ബോംബില്ലേ, ഈ ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡ്യൂട്ടീരിയവും അതുപോലെ ട്രിഷിയവുമാണ്. എന്താണ്? ഹൈഡ്രജൻ ബോംബ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? ഡ്യൂട്ടീരിയവും അതുപോലെ ട്രിഷിയവുമാണ്.
അപ്പൊ ഇത്രയാണ് നമുക്ക് ഹൈഡ്രജന്റെ ഐസോടോപ്പുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ആദ്യം തന്നെ എന്താണ് ഹൈഡ്രജന്റെ വിശേഷണങ്ങൾ നോക്കാം. എന്താണ് ഒന്നാമത്തത്? ഹരിത ഇന്ധനം എന്നറിയപ്പെടുന്നത്. എന്താണ് അറിയപ്പെടുന്നത്? ഹരിത ഇന്ധനം. ഹരിത ഇന്ധനം എന്നറിയപ്പെടുന്നത് എന്താണ്? ഹൈഡ്രജൻ ആണ്. എന്താണ് അറിയപ്പെടുന്നത്? ഹരിത ഇന്ധനം എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇനി അതുപോലെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഇരട്ടത്തലയുള്ള രാക്ഷസൻ. എന്താണ്? ഇരട്ടത്തലയുള്ള രാക്ഷസൻ എന്നറിയപ്പെടുന്നു. ഇരട്ടത്തലയുള്ള രാക്ഷസൻ എന്നറിയപ്പെടുന്നത് എന്താണ്? ഹൈഡ്രജൻ ആണ്. ഇനി അതുപോലെ എന്താണ് ഭാവിയുടെ ഇന്ധനം? എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഭാവിയുടെ ഇന്ധനം. ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നതും ഏതാണ്? ഹൈഡ്രജൻ ആണ്. അപ്പൊ ഹൈഡ്രജന്റെ വിശേഷണങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഹരിത ഇന്ധനം എന്നറിയപ്പെടുന്നു. അതുപോലെ എന്താണ്? ഇരട്ടത്തലയുള്ള രാക്ഷസൻ എന്ന് അറിയപ്പെടുന്നു. പിന്നെ എന്താണ് അറിയപ്പെടുന്നത്? ഭാവിയുടെ ഇന്ധനം എന്നറിയപ്പെടുന്നു. ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഇനി അതുപോലെ അടുത്ത ഒരു കാര്യം എന്താണ്? ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത്. ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ്? ഹെയ്സൻബർഗ്. ആരാണ്? ഹെയ്സൻബർഗ്. അപ്പം ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് ആരാണ്? ഹെയ്സൻബർഗ് ആണ്. ഇനി ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? പാരാ ഹൈഡ്രജനും അതുപോലെ ഓർത്തോ ഹൈഡ്രജനുമാണ്. ഏതൊക്കെയാണ്? പാരാ ഹൈഡ്രജൻ, പാരാ ഹൈഡ്രജൻ, അതുപോലെ ഏതാണ്? ഓർത്തോ ഹൈഡ്രജൻ, ഓർത്തോ ഹൈഡ്രജൻ. അപ്പൊ ഏതൊക്കെയാണ്? ഹൈഡ്രജന്റെ രൂപാന്തരം കണ്ടുപിടിച്ചത് ആരാണ്? ഹെയ്സൻബർഗ് ആണ്. ഇനി ഏതൊക്കെയാണ് ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ എന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? പാരാ ഹൈഡ്രജനും അതുപോലെ ഓർത്തോ ഹൈഡ്രജനുമാണ്. ഇനി നമുക്ക് ഹൈഡ്രജന്റെ പൊതുവായിട്ടുള്ള സ്വഭാവങ്ങൾ നോക്കാം. അതായത് സ്വയം കത്തുന്ന വാതകം ഏതാണ്? സ്വയം കത്തുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഇനി അതുപോലെ ലോഹ സ്വഭാവം കാണിക്കുന്ന വാതകം എന്താണ്? സ്വയം കത്തുന്ന വാതകമാണ്. അതുപോലെ എന്താണ്? ലോഹ സ്വഭാവം. ആദ്യം എന്താണ്? സ്വയം കത്തുന്ന വാതകമാണ്. പിന്നെന്താണ്? ലോഹ സ്വഭാവം കാണിക്കുന്ന വാതകം. അതുപോലെ ഈ ലോഹങ്ങളെ എന്താണ്? ബലപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വാതകവും ഏത് തന്നെയാണ്? ഹൈഡ്രജൻ ആണ്. എന്താണ്? ലോഹ സ്വഭാവം കാണിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അതുപോലെ ഈ ലോഹങ്ങളെ എന്താണ്? ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാതകവും ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഇനി ലോഹങ്ങളില്ലേ നേർപ്പിച്ച ആസിഡ് ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വതന്ത്രമാകുന്ന വാതകവും ഏത് തന്നെയാണ്? ഹൈഡ്രജൻ ആണ്. എന്താണ്? ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡ് ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വതന്ത്രമാകുന്ന വാതകവും ഏതാണ്? ഹൈഡ്രജൻ ആണ്. അപ്പൊ ഈ സ്വതന്ത്രമാകുന്ന വാതകങ്ങളെ പറ്റിയിട്ട് പറയുമ്പോൾ നമ്മുടെ ഈ സോഡിയം പൊട്ടാസ്യം ഒക്കെ ഇല്ലേ, ഈ സോഡിയം പൊട്ടാസ്യം ഒക്കെ ജലവുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വതന്ത്രമാകുന്ന വാതകവും ഏത് തന്നെയാണ്? ഹൈഡ്രജൻ ആണ്. എന്താണ്? ലോഹങ്ങൾ എന്താണ്? നേർപ്പിച്ച ആസിഡുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അതുപോലെ എന്താണ്? ഈ സോഡിയം പൊട്ടാസ്യം ഒക്കെ ഇല്ലേ, ഇത് ജലവുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് തന്നെയാണ്? ഹൈഡ്രജൻ ആണ്. ഇനി നമ്മൾ ആസിഡിനെ പറ്റിയിട്ട് പറയുമ്പോൾ ആസിഡിലെ പൊതുഘടകം എന്നറിയപ്പെടുന്നത് എന്താണ്? ഹൈഡ്രജൻ ആണ്. എന്താണ്? ആസിഡിലെ പൊതുഘടകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. അപ്പൊ ആസിഡിലെ പൊതുഘടകം ഹൈഡ്രജൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഹൈഡ്രജൻ ഇല്ലെങ്കിലും ആസിഡ് സ്വഭാവം കാണിക്കുന്ന പദാർത്ഥങ്ങളില്ലേ, അതിനെ എന്താണ് വിളിക്കുക? ലൂയിസ് ആസിഡ് എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക? ലൂയിസ് ആസിഡ്. അതായത് എന്താണ്? ലൂയിസ് ആസിഡ് എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്? ഹൈഡ്രജൻ ഇല്ലെങ്കിലും ആസിഡിന്റെ സ്വഭാവം കാണിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൂയിസ് ആസിഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ആദ്യം തന്നെ എന്താണ്? സ്വയം കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. അതുപോലെ എന്താണ്? ലോഹ സ്വഭാവമുള്ള വാതകം അല്ലെങ്കിൽ ലോഹങ്ങളെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാതകം. പിന്നെ എന്താണ്? ലോഹങ്ങൾ എന്താണ്? നേർപ്പിച്ച ആസിഡ് ഒക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വതന്ത്രമാകുന്ന വാതകം ഒക്കെ ഏതാണ്? ഹൈഡ്രജൻ ആണ്. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? അതായത് സോഡിയം പൊട്ടാസ്യം ഒക്കെ ജലവുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വതന്ത്രമാകുന്ന വാതകവും ഏത് തന്നെയാണ്? ഹൈഡ്രജൻ ആണ്. പിന്നെ എന്താണ് പറഞ്ഞത്? ആസിഡിന്റെ അകത്തുള്ള പൊതുഘടകം എന്നറിയപ്പെടുന്ന ഏതാണ്? ഹൈഡ്രജൻ ആണ്. എന്നാൽ ഈ ഹൈഡ്രജൻ അടങ്ങിയിട്ടില്ലെങ്കിലും ആസിഡിന്റെ സ്വഭാവം കാണിക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? ലൂയിസ് ആസിഡ് എന്നാണ് വിളിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അതായത് ഈ ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ടുള്ള എനർജി ഉൽപാദനം അല്ലെങ്കിൽ ഊർജ്ജ ഉൽപാദനത്തിന് എങ്ങനെയാണ് വിളിക്കുക? ഹൈഡ്രജൻ എനർജി എന്നാണ് വിളിക്കുക. എന്താണ് വിളിക്കുക? ഹൈഡ്രജൻ എനർജി. അതായത് എന്താണ്? ഹൈഡ്രജൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഊർജ്ജോൽപാദനത്തിനെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുക? ഹൈഡ്രജൻ എനർജി എന്നാണ് വിളിക്കുക. അതുപോലെ ഈ ഹൈഡ്രജൻ ഇല്ലേ എന്താണ്? ഉയർന്ന കലോറിക മൂല്യമുള്ള ഒരു ഇന്ധനമാണ്. എന്താണ്? ഹൈഡ്രജൻ എന്താണ്? ഉയർന്ന കലോറിക മൂല്യമുള്ള ഒരു ഇന്ധനമാണ്. അതുപോലെ നമ്മൾ ഈ റോക്കറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഇന്ധനം ഇല്ലേ, പ്രൊപ്പലൻസ് ഒക്കെ ഇല്ലേ, ഇതൊക്കെ എന്താണ്? ശരിക്കും ലിക്വിഡ് ഹൈഡ്രജൻ ആണ്. എന്താണ്? പ്രൊപ്പലൻസ് ഒക്കെ എന്താണ്? ലിക്വിഡ് ഹൈഡ്രജൻ ആണ്. അപ്പൊ എന്താണ്? റോക്കറ്റിലൊക്കെ ഉപയോഗിക്കുന്ന പ്രൊപ്പലൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ലിക്വിഡ് ഹൈഡ്രജൻ ആണ്.
ഇനി അതുപോലെ ഹൈഡ്രജനെ പറ്റിയിട്ട് പറയുമ്പോൾ വേറൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ, അതായത് ഈ ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകമില്ലേ, ഏതാണ്? ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. ഏതാണ്? ഹൈഡ്രജൻ സൾഫൈഡ്. എന്താണ്? ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതേതാണ്? ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. അതുപോലെ ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം, എന്താണ്? ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. എന്താണ്? ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അതായത് ഈ ഹൈഡ്രജൻ പെറോക്സൈഡിനെ പറ്റിയിട്ട് പറയുമ്പോൾ വേറൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ തുറന്ന ഒരു ബുക്കിന്റെ ഷേപ്പിലുള്ള ഹൈഡ്രജൻ സംയുക്തം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. എന്താണ്? തുറന്ന ബുക്കിന്റെ ആകൃതിയിലുള്ള ഹൈഡ്രജന്റെ സംയുക്തം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അപ്പൊ എന്താണ്? ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഹൈഡ്രജൻ സൾഫൈഡ് ആണ്. എന്നാൽ എന്താണ്? ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അതുപോലെ എന്താണ്? തുറന്ന ബുക്കിന്റെ ആകൃതിയിലുള്ള ഹൈഡ്രജൻ സംയുക്തം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഹൈഡ്രജനുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടുള്ള പഠിക്കാനുള്ളത്. അപ്പൊ ഇനി നമുക്ക് എന്താണ്? ഓക്സിജനെ പറ്റിയിട്ട് പഠിക്കണം. അങ്ങനെ എന്താണ്? ഈ പ്രിലിംസിലുള്ള ബാക്കി എല്ലാ ടോപ്പിക്കുകളും നമുക്ക് അടുത്ത വരുന്ന ഓരോരോ ക്ലാസ്സുകളിലായിട്ട് എടുത്തു പോകാം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക.